സ്റ്റുഡൻസ് ഇന്ന് സൈനിക് സ്കൂൾ സെലക്ഷൻ ടെസ്റ്റിൻ്റെ ഡിസ്റ്റൻസ് ടൈം ആൻഡ് സ്പീഡിൻ്റെ ബാക്കിയുള്ളൊരു കണ്ടിന്യൂവേഷനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കൺവേർഷനാണ്. കൺവേർഷൻ ഓഫ് കിലോമീറ്റർ പെർ അവർ ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡും അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു കിലോമീറ്റർ പെർ അവറും. കിലോമീറ്റർ പെർ അവർ ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് തിരിച്ചും മീറ്റർ പെർ സെക്കൻഡിനെ അങ്ങനെ കിലോമീറ്റർ പെർ അവർ ആക്കാമെന്നുള്ളത്. ഇതാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന സ്പീഡിനെ എന്ത് ചെയ്യണം എന്നറിയാമോ? ചോദ്യത്തിൽ തന്നിരിക്കുന്ന സ്പീഡിനെ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണം. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ തിരിച്ച് കിലോമീറ്റർ പെർ അവർ ആക്കാൻ അത് മറിച്ചിട്ടാൽ മതി. 18/5 കൊണ്ട് തന്നിരിക്കുന്ന സ്പീഡിനെ ഇൻറ്റു ചെയ്യണം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എ ട്രെയിൻ 140 മീറ്റർ ലോങ് ഈസ് റണ്ണിങ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 108 കിലോമീറ്റർ പെർ അവർ. അവിടെ ഇപ്പോൾ സ്പീഡ് തന്നിട്ടുണ്ട് നമുക്ക്. സ്പീഡ് ഈസ് ഈക്വൽ ടു 108 കിലോമീറ്റർ പെർ അവർ. സ്പീഡിൽ പോവുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്തിന് തുല്യമായിരിക്കും? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ട്രെയിൻ, ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജിൻ്റെ ലെങ്തും ട്രെയിനിൻ്റെ ലെങ്തിനും തുല്യമായിരിക്കും. ഏതാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ലെങ്ത് ഓഫ് ട്രെയിൻ. ഇപ്പം ലെങ്ത് ഓഫ് ട്രെയിന് എത്രയാണ്? ലെങ്ത് ഓഫ് ബ്രിഡ്ജ്, ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 140. 140 പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് എത്രയാണ്? ടു ക്രോസ് എ ബ്രിഡ്ജ് ഓഫ് 160 മീറ്റർ. ഇതുണ്ടോ? ഇത് രണ്ടും കൂടെ കൂട്ടണം. അതാണ് 160. അപ്പം ആകെ എത്ര വരും? 300 വരും ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. ഇത് 300 മീറ്റർ ഇത് ട്രാവൽ ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം സ്പീഡിനെ. അപ്പോൾ സ്പീഡിനെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് 5/8 കൊണ്ട് 108 ഇൻറ്റു 5/18. അപ്പോൾ 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് 6 പ്രാവശ്യമാണ്. 108 6 5 30 30 മീറ്ററിന് കിട്ടും. 30 മീറ്റർ പെർ സെക്കൻഡാണ്. ഒരു സെക്കൻഡിൽ 30 മീറ്ററാണ് ഓടുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഒരു 30 മീറ്റർ ഓടാനാണ് ടൈം ടേക്കൺ ടു ട്രാവൽ 30 മീറ്റർ. 30 മീറ്റർ ഓടാൻ എത്ര സമയം വേണം? 1 സെക്കൻഡ് വേണം. 1 സെക്കൻഡ്. അപ്പോൾ 1 മീറ്റർ ഓടാനോ ടൈം ടു ട്രാവൽ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1/30 വരും. ഇവിടെ എത്ര മീറ്ററാണ് ഓടേണ്ടത്? ആകെ എത്ര മീറ്ററാണ് ഓടേണ്ടത്? 300 മീറ്ററാണ് ഓടേണ്ടത്. ടൈം ടു ട്രാവൽ 300 മീറ്റർ ഈസ് ഈക്വൽ ടു 300 ഇൻറ്റു 1/30. 10 സെക്കൻഡ്സ് വരും. ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രെയിൻ 200 മീറ്റർ ലോങ്. എ ട്രെയിൻ 200 മീറ്റർ ലോങ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ പെർ അവർ. ഇത് ട്രെയിനിൻ്റെ നീളം 200 ആണ്. 60 കിലോമീറ്ററാണ് ഇത് ഓടുന്നത്. ഫൈൻഡ് ദ ടൈം ടേക്കൺ. അപ്പോൾ ഇവിടെ സ്പീഡ് എന്ത് വരും? 60 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 60 കിലോമീറ്ററിന് അപ്പം തന്നെ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്നെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ. അപ്പോൾ 5/18 കൊണ്ട് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും 50. അതായത് നമുക്ക് 6 കൊണ്ട് 6 3 18 18 60. അപ്പോൾ 50/3 എന്ന് വരും. 50/3. അപ്പോൾ 50/3 എന്നുള്ളത് എത്ര സമയം ഓടാൻ വേണ്ടി എടുക്കുന്നത്? 1 സെക്കൻഡ്. 1 സെക്കൻഡ് കൊണ്ട് 50/3. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ്
സോ 5 ഇപ്പം ഇവിടെ എന്താണ് ടൈം ടേക്കൺ ടു ട്രാവൽ, ടൈം ടു ട്രാവൽ 50/3 മീറ്റർ ഇസ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ് വരും. ഇസ് ഈക്വൽ ടു എത്ര സെക്കൻഡാണ് വേണ്ട? 1 സെക്കൻഡ് വേണം. അപ്പോൾ 1 മീറ്റർ ട്രാവൽ ചെയ്യാനോ ടൈം ടേക്കൺ ടു ട്രാവൽ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1/, അതായത് ഈ 1 സെക്കൻഡിൻ്റെ 1 ആണ് ഇവിടെ, 1/50/3 വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1 × 3/50 വരും. 1 × 3/50 അതാണ് ഏതാ റെസിപ്രോക്കൽ. ഇനി 200 മീറ്റർ ട്രാവൽ ചെയ്യാനോ? 200 മീറ്റർ ഇപ്പം നമുക്ക് 1 മീറ്ററിൻ്റെ കിട്ടിയത്. 200 മീറ്റർ ട്രാവൽ ചെയ്യാൻ ടൈം ടു ട്രാവൽ 200 മീറ്റർ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ 3/50 വരും. ഇനി 200 മീറ്റർ ചെയ്യാൻ 200 × 3/50 വെട്ടിയെടുത്താൽ മതി. 4 × 5 = 20, 4 × 3 = 12 സെക്കൻഡ് എന്ന് കിട്ടും ആൻസർ. ഇതും ചെയ്ത് പഠിക്കുക. ഇനി നേരെ തിരിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു ട്രെയിന് 120 മീറ്റർ ലോങ്ങാണ്. ട്രെയിനിന് 120 മീറ്റർ ദൂരം, പിന്നെ മറ്റേ ഇതിന് ബ്രിഡ്ജിന് 240 ആണ്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 120 + 240 എത്ര വരും? 360 വരും. ഇനി 12 സെക്കൻഡ് കൊണ്ടാണ് ഈ ട്രെയിന് ഓടി തീർക്കാനെടുക്കുന്ന സമയം എത്രയാണ്? 12 സെക്കൻഡാണ് ഇത് ഓടി തീർക്കാനെടുക്കുന്ന സമയം. ടൈമർ എത്ര കിലോമീറ്റർ ഓടാനാണ് 12 സെക്കൻഡ് എടുക്കുന്നത്? 360 മീറ്റർ ഓടാൻ. കിലോമീറ്റർ അല്ല, മീറ്റർ. അപ്പം ഇവിടെ സ്പീഡ് കണ്ടുപിടിക്കാൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഈ 360 മീറ്റർ ഓടാനാണ് ഇത്ര എടുക്കുന്നത്. അപ്പം 360യെ എന്ത് ചെയ്യണം? 12 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം സ്പീഡ് ഇൻ 1 സെക്കൻഡ് കിട്ടും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ് കിട്ടും. ഇത് 12 സെക്കൻഡിൽ ട്രാവൽ ചെയ്താണിത്. ഡിസ്റ്റൻസ് ഇൻ 12 സെക്കൻഡ്സ് ആണ്. 20 സെക്കൻഡ് കൊണ്ടുള്ള ഡിസ്റ്റൻസാണ് 360 മീറ്റർ എന്ന് പറയുന്നത്. അപ്പം എന്താ ഒരു സെക്കൻഡ് കൊണ്ട് ഡിസ്റ്റൻസ് ഇൻ 1 സെക്കൻഡ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഇൻ 1 സെക്കൻഡ്, ഡി ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിലോ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? 12 അപ്പം എത്ര കിട്ടും? 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്ത് ചെയ്യണം? ഈ ട്രെയിനിൻ്റെ സ്പീഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു, ഇത് സെക്കൻഡാണ്, അപ്പം 30 × 18/5 എത്ര വരും? 6 × 5 = 8, 6 × 4 = 10, 108 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. ഇത് ചെയ്ത് പഠിക്കുക. വീണ്ടും ചെയ്ത് പഠിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം.